AD 1192 മുഹമ്മദ് ഗോറി അഫ്ഗാനിസ്ഥാനിൽ നിന്നും പട നയിച്ച് ഫലഭൂയിഷ്ഠമായ ഉത്തരേന്ത്യൻ സ്ഥലങ്ങൾ പിടിച്ചെടുക്കുവാൻ വേണ്ടി ഡൽഹിയിലേക്ക് എത്തി. ഡൽഹിയിൽ കുറച്ചുനാൾ യുദ്ധം ചെയ്തതിനു ശേഷം തൻ്റെ അടിമ പടനായകനായിരുന്ന കുത്തുബുദ്ദീൻ ഐബക്കിനെ ഡൽഹിയുടെ വൈസ്രോയി ആയി നിയമിച്ചിട്ട് അഫ്ഗാനിസ്ഥാനിലേക്ക് ഗോരി മടങ്ങിപ്പോയി. 1193 കുത്തുബുദ്ദീൻ ഐബക്ക് ഡൽഹി പിടിച്ചെടുത്തു. 1206 മുഹമ്മദ് ഗോരിയുടെ മരണശേഷം കുത്തുബുദ്ദീൻ ഐബക്ക് അടിമവംശത്തിൻ്റെ ആദ്യത്തെ സുൽത്താനായി അധികാരമേറ്റു. 1199 കുത്തുബുദ്ദീൻ ഐബക്ക് കുത്തുബ്മിനാറിൻ്റെ പണി തുടങ്ങിയത്. കുത്തുബുദ്ദീൻ ഐബക്കിൻ്റെ പിൻഗാമിയായ ഷംസുദ്ദീൻ ഇൽത്തുമിഷാണ് ഇതിൻ്റെ പണി പൂർത്തിയാക്കിയത്. ഈ കാണുന്ന ഇരുമ്പ് സ്തംഭം ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കാലത്തേതാണെന്ന് പറയപ്പെടുന്നു. AD 4-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ സ്തംഭത്തെപ്പറ്റിയുള്ള വിവരങ്ങൾ ഇതിൻ്റെ തൂണുകളിൽ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ കാണുന്ന മോസ്കിൻ്റെ നിർമ്മാണം തുടങ്ങിയത് 1192 1198 ഇതിൻ്റെ പണി അവസാനിച്ചു. ഈ കാണുന്ന മോസ്കിൻ്റെ തൂണുകളിൽ പലതും ഹിന്ദു ജൈന അമ്പലങ്ങളുടെ തൂണുകളാണെന്ന് വ്യക്തമാണ്. കുത്തുബ്മിനാറിൻ്റെ പണി പൂർത്തിയാക്കിയ ഷംസുദ്ദീൻ ഇൽത്തുമിഷിൻ്റെ ശവകുടീരമാണ് ഈ കാണുന്നത്. കുത്തുബുദ്ദീൻ ഐബക്കിൻ്റെ മരുമകനായിരുന്നു ഇൽത്തുമിഷ്. ഇൽത്തുമിഷിൻ്റെ ശവകുടീരത്തിൽ നിന്നും പുറത്തു കിടന്നാൽ നമ്മൾ കാണുന്നത് അലാവുദ്ദീൻ ഖൽജി പണി ആരംഭിച്ച അലായി മിനാർ എന്ന ഈ നിർമ്മിതിയാണ്.